ഖൊമൈനിക്ക് പകരം പുതിയ നേതാവ്. ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് രഹസ്യമായി പുറത്തുവരുന്ന സന്ദേശങ്ങൾ ഇറാനിൽ പുതിയൊരു തുടക്കത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ആ തുടക്കം US-നെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. US ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട അയത്തുള്ള ഖൊമൈനിക്ക് ശേഷം ഇറാനിലെ പുരോഹിത സമിതിയായ വിദഗ്ധ സമിതി, അതായത് അസംബ്ലി ഓഫ് എക്സ്പെർട്സ്, മുജ്തബ ഖൊമൈനിയെ രാജ്യത്തിന്റെ പരമോന്നത നേതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. രക്തച്ചൊരിച്ചിലിന്റെ നീണ്ട ചരിത്രം പരിചിതമായ ഇറാനിയൻ ജനത അദ്ദേഹത്തിന്റെ വരവിനെ ഹർഷാരവത്തോടെയാണ് കാണുന്നത്. ശത്രുക്കൾക്ക് അദ്ദേഹം ശത്രു തന്നെയാണ്, മിത്രങ്ങൾക്ക് മിത്രവും. മുജ്തബയുടെ സ്ഥാനാരോഹണം ഒരു പുതിയ പാരമ്പര്യത്തിന്റെ തുടക്കമായി കരുതപ്പെടുന്നു. 56-കാരനായ മുജ്തബയെ പ്രാപ്തനും കരുത്തനുമായ നേതാവായാണ് ഭരണകൂടത്തിനുള്ളിൽ ഭൂരിഭാഗം പേരും കാണുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുജ്തബയെ ഭയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അധികാര ആരോഹണം ഇറാൻ സങ്കീർണമായ കാലഘട്ടത്തിലാണ് എന്നത് ശ്രദ്ധേയം. വൻതോതിലുള്ള കൂട്ടക്കൊലകൾ ഇറാനിൽ നടക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ വൻതോതിലുള്ള ആക്രമണം ഇറാനിൽ നടക്കുന്നു. തിരിച്ചുവരവിന് ഇറാനും ശ്രമിക്കുന്നു, ശക്തമായി തന്നെ ശ്രമിക്കുന്നു. ഇസ്രായേലിലൊക്കെ ഇറാൻ മിസൈൽ വർഷം തന്നെ തൊടുത്തിരിക്കുന്നു. അമേരിക്കൻ താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യുദ്ധം ഇറാൻ ആരംഭിച്ചിരിക്കുന്നു. ജനുവരിയിലെ പ്രതിഷേധങ്ങൾ, അമേരിക്ക സ്പോൺസർ ചെയ്ത പ്രതിഷേധങ്ങൾ അടിച്ചമർത്തിയത് ഇദ്ദേഹമാണ്. 2002 സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്തിയതും ഇദ്ദേഹമാണെന്ന് അമേരിക്ക പറയുന്നു. അടിച്ചമർത്തലുകളിൽ മുജ്തബ നിർണായക പങ്ക് വഹിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ ഖൊമൈനിയുടെ പിൻഗാമിയെ ഇറാൻ ജനത സ്വീകരിക്കുന്നു. ഇറാന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം പ്രകടമാകാൻ പോകുന്നു. അദ്ദേഹം പിതാവിനെ പോലെ തന്നെയാണ്, സാത്വികൻ, നല്ല പ്രഭാഷകൻ. പക്ഷേ അദ്ദേഹത്തിന് ശക്തമായ നേതൃത്വ പ്രാവീണ്യമുണ്ട്. IRGCയെ ഖൊമൈനിയെ പോലെ തന്നെ നയിക്കാൻ പ്രാപ്തൻ. അമേരിക്കയും ഇസ്രായേലും നിരപരാധികളായ ഇറാനികളെ കൊന്നൊടുക്കുമ്പോൾ അവർക്ക് ശക്തമായ ഒരു നേതാവ് വേണം. എവിടെ അധിനിവേശത്തിന് ഇരയാകുന്നു, ഏത് രാജ്യം അധിനിവേശത്തിന് ഇരയാകുന്നുവോ ആ രാജ്യം ഒരേകാധിപതിയെ ആഗ്രഹിക്കും, അല്ലെങ്കിൽ ശക്തനായ നേതാവിനെ ആഗ്രഹിക്കും. അങ്ങനെയാണ് മുജ്തബ വരുന്നത്. പിതാവിന് ശേഷം അദ്ദേഹം അതിശക്തനായ നേതാവായി മാറിയിരിക്കുന്നു. ഇറാന് പുറത്തുള്ള കുടുംബാംഗങ്ങൾ വഴി ചൊവ്വാഴ്ച ഡെയിലി മെയിലിനോട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധേയം: രാജ്യത്തിനുള്ളിൽ അസ്ഥിരത ഉണ്ടാകില്ല, ശത്രുക്കളെ ഭസ്മമാക്കും. അത് അദ്ദേഹം പ്രഖ്യാപിച്ച് കഴിഞ്ഞു. പുതിയ നേതാവ് വരുമ്പോൾ പുതിയ അഴിച്ചുപണികൾ പ്രതീക്ഷിക്കുന്നു ലോകം. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത ആക്രമണത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇറാൻ സന്നദ്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് അമേരിക്കയും ഇസ്രായേലും വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണകാലം എത്രത്തോളം നീണ്ടു നിൽക്കും എന്ന ഭയാനകമായ ഒരു ചിന്ത ഇറാനിലെ ജനങ്ങളിലേക്ക് വളർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. 50 വയസ്സിൽ അധികാരത്തിലെത്തിയ തന്റെ പിതാവിനെ പോലെ നിലവിലെ അമേരിക്കൻ ഇസ്രായേൽ സൈനിക നടപടികളെ അതിജീവിച്ചാൽ മുജ്തബയുടെ ഭരണം ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കും.
മൊജ്തബയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും അതാണ്. മുതിർന്ന നേതാക്കളെല്ലാം തകർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം. മൊജ്തബയ്ക്ക് മരണ വാറണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇസ്രായേൽ. ആ മരണ വാറണ്ടിനെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു മൊജ്തബ. അയത്തുള്ള അലി ഖമേനി വളരെ പ്രായമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തെ കൊന്നതിലൂടെ ഒരു പ്രതികാരത്തിന്റെ ജ്വാല ഇറാനിൽ നിറയുകയാണ്. പ്രതികാരത്തിന്റെ ജ്വാലയിൽ ഇറാൻ പുകയുകയാണ്. മൊജ്തബയാണ് പകരം വരുന്നത് എന്ന് അറിഞ്ഞത് തൊട്ട് അമേരിക്കയും ഇസ്രായേലും ആശങ്കയിലാണ്. ഒന്നാമത്, അദ്ദേഹം ചെറുപ്പമാണ്. ദശാബ്ദങ്ങളോളം അദ്ദേഹം അധികാരത്തിൽ തുടരുകയും ചെയ്യും. ഇറാൻ ഇപ്പോൾ മൊജ്തബയുടെ ഭരണത്തിന് കീഴിൽ ആയിക്കഴിഞ്ഞു. ഇറാൻ ഇപ്പോൾ ലോകത്തെ ത്രസിപ്പിക്കുകയാണ്. വൻശക്തികളായ അമേരിക്കയുടെയും റഷ്യയുടെയും സഹായം കൂടാതെ തന്നെ, റഷ്യ അമേരിക്കയൊക്കെ ഇറാന്റെ സഖ്യകക്ഷികളായിരുന്നു. റഷ്യയുടെയും ചൈനയുടെയും സഹായം കൂടാതെ തന്നെ പിടിച്ചു നിൽക്കുകയാണ് അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാൻ. തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ, തങ്ങളുടെ കയ്യിലുള്ള അത്യന്താധുനികമായ ആയുധങ്ങൾ ഇതുവരെ പുറത്തെടുത്തിട്ടില്ല എന്ന് ഇറാൻ പറയുമ്പോൾ അവരുടെ ആ ധൈര്യം, അവരുടെ ആ മനോവീര്യം, അവരുടെ ആയുധ കരുത്ത് അതൊക്കെ വ്യക്തമാകുന്നു. മൊജ്തബ ഇറാനിലെ പരമോന്നത നേതാവായി മാറുമ്പോൾ ഖൊമൈനിയെക്കാളും 10 ഇരട്ടി ശക്തിയുള്ള ഒരു നേതാവിനെ ഇറാൻ ജനതയ്ക്ക് ലഭിക്കുകയാണ്. അതാണ് മൊജ്തബയുടെ പ്രത്യേകത. കൃത്യമായി തന്നെയാണ് അദ്ദേഹത്തെ ഇറാന്റെ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. മരണ വാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും തന്റെ ചുറ്റും സഞ്ചരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇറാനിയൻ സൈന്യം IRGC അദ്ദേഹത്തിന് സർവ്വസംരക്ഷണവും നൽകുന്നു. ഖൊമേനിക്ക് സംഭവിച്ചതുപോലുള്ള ഒരപകടം അദ്ദേഹത്തിന്റെ പുത്രന് സംഭവിക്കരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ഇറാനിൽ ഉടനീളം മൊസാദിന്റെ ചാരന്മാരുണ്ട്. അത് തിരിച്ചറിയാൻ വൈകിയതാണ് ഖൊമൈനിയുടെ പരാജയത്തിന് കാരണം. ഇറാനിയൻ മൊസാദിന്റെ ചാരന്മാരാണ് ഇറാനിൽ ആഭ്യന്തര കലാപം ആസൂത്രണം ചെയ്തത്. ആ ആഭ്യന്തര കലാപം ഇപ്പോൾ തീർന്നിരിക്കുന്നു. ഖൊമൈനിയുടെ വധത്തോടെ ഇറാൻ ജനത ഒന്നായി മാറിയിരിക്കുന്നു. ഒന്നായി മാറിയ ഇറാൻ ജനത ഒറ്റക്കെട്ടായി സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതുന്ന കാഴ്ച വരുമ്പോൾ മൊജ്തബയ്ക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ യുദ്ധക്കപ്പലിനെ മുക്കിയ അമേരിക്കയുടെ ചതിക്ക് അമേരിക്കയുടെ ചരക്ക് കപ്പലിനെ മുക്കി ഇറാൻ പ്രതികാരം ചെയ്തു. ആ പ്രതികാരം മൊജ്തബയുടെ പ്രതികാരമാണ്.